ഞാനൊരിക്കലൊരു വയലിന് പോയി. ദഫ് നടക്കുകയാണ്. മനോഹരമായ ദഫ്, നിബിഡമായ സദസ്സ്. പെണ്ണുങ്ങളൊക്കെ മരത്തിൽ തൂങ്ങി എന്നാണ് കാണുന്നത് ദഫ്. അത് കഴിഞ്ഞ് ദഫ് അങ്ങോട്ട് തീർന്ന് വയല് തുടങ്ങിയപ്പോൾ പെണ്ണുങ്ങൾ പായല് വെള്ളത്തിൻ്റെ മുകളിൽ നിന്ന് നീങ്ങും പോലെ ഒരൊറ്റ പോക്ക. സ്കൂട്ടർ എടുത്ത് പോണവരുണ്ട്, കാറ് പിടിച്ച് പോണവരുണ്ട്, ബസ് കയറി പോണവരുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, വയല് കഴിഞ്ഞോ? എന്നെയാണ് വയലിന് വെച്ചിരുന്നത്. അവൻ പറഞ്ഞു, ഈ വന്നിട്ട് പോകുന്നതൊക്കെ ദഫ് കാണാൻ വന്നവരാ. വയല് കേൾക്കാൻ വരുന്നവർ ഇനിയേ വരുള്ളൂ. വയല് കേൾക്കാൻ വരുന്നവർ ഇനിയേ വരുള്ളൂ. ദഫ് കേൾക്കാനും കാണാനും വരുന്നവർ വന്നിട്ട് അവർ പോയി. പെണ്ണുങ്ങൾക്ക് അങ്ങനെ അല്ലെങ്കിലും സ്ത്രീകൾക്ക് എപ്പോഴും ഇച്ചിരി കൗതുകം, കാണാൻ അല്പോ രസകരമായ ഈ ദഫും താളവും അടിയും ഇടിയും വെടിയും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കിങ്ങനെ ഒരു രസമാണ്. ഖുർആനും ഹദീസൊക്കെ കേൾക്കുമ്പോൾ എന്തോ ഒരു വല്ലാത്തൊരു സൽസലത്തെന്നറിയോ, എന്തൊരു വിറയലാന്നറിയോ. ഇതൊക്കെ ആർക്കുള്ളതാണ്? ഇതൊക്കെ പണ്ട് ആരൊക്കെയോ പറഞ്ഞു പോയതല്ലേ ഖുർആനെന്ന്. പക്ഷേ തിരിച്ചറിയുന്നൊരു ദിവസമുണ്ട്. എപ്പോഴെന്നറിയോ? ആരും സഹായിക്കാനില്ലാതെ മുഖം ചൂളിപ്പോകുന്നൊരു ദിവസം. പടച്ചോനെ, ദഫടിച്ചോനെയും കാണാനില്ല, ദഫ് ഉണ്ടാക്കിയവനെയും കാണാനില്ല, ദഫിന് പാട്ടിട്ടോനെയും കാണാനില്ല. വയല് പറഞ്ഞ ആള് മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. കാരണം ഖുർആൻ മാത്രമേ നാളെ പരലോകത്ത് നമുക്ക് അനുകൂല സാക്ഷിയാവൂ. അപ്പൊ അതുകൊണ്ട് സാധാരണ ഇവിടുത്തെ കാര്യം പറഞ്ഞല്ലോ ഉസ്താദേ, ഇവിടുത്തെ കാര്യം പറഞ്ഞല്ല. അപ്പൊ ഏതായിരുന്നാലും നമ്മുടെ ഈ സദസ്സ് ഷെയ്ഖ് അഹമ്മദുൽ കബീർ റിഫായി തങ്ങളുടെ പേരിലുള്ള സദസ്സാണല്ലോ. അതുകൊണ്ട് റിഫായി തങ്ങൾ ഈ നിലയിലെത്തിയത് ചെറിയ കാര്യമല്ല. പരിശുദ്ധമായ ഖുബ്ബത്തുൽ ഖലറാഇന്റെ മുമ്പിൽ ചെന്ന് അള്ളാഹുവിന്റെ തിരുദൂതരോട് സലാം പറഞ്ഞപ്പോ ഖബറിന്റെ ഉള്ളിൽ നിന്ന് കൈ പുറത്തേക്കിട്ട് കയ്യിൽ ചുംബിച്ച സംഭവം ഉണ്ടായത് അഹമ്മദുൽ കബീർ റിഫായി തങ്ങൾക്കാണ്. ആ തങ്ങളുടെ പേരിൽ ഒരുമിച്ച് കൂടിയിട്ട് നബി തങ്ങളുടെ പേര് കേൾക്കുമ്പോ കായില്ലാത്തവൻ കോഴിക്കിക്കുന്നത് പോലുള്ള ആ ഒരു രീതി ശരിയല്ല. മിണ്ടാതെ മിനുങ്ങാതെ സ്വലാത്ത് ചെല്ലാത്തവൻ ഏറ്റവും വലിയ ലുബ്ധനാണെന്ന് പഠിപ്പിച്ചത് ആരംഭപ്പൂവായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് സ്വലാത്തിനൊന്നും ഒരു വിട്ടുവീഴ്ചയും കാണിക്കരുത് എന്ന് ഞാൻ ആമുഖമായി പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ പരലോകത്ത് 6 മുഖങ്ങൾ അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതിലേത് മുഖം വേണമെന്ന് ഇവിടെ വെച്ച് തീരുമാനമെടുത്തു പോകണം. 6 മുഖങ്ങൾ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ കോടതിയിൽ ഉണ്ടാകും. 3 അധ്യായങ്ങളിലായി അള്ളാഹു തആല 6 മുഖങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഇതിൽ ഏത് മുഖമാണ് നമുക്ക് വേണ്ടത് എന്ന് ഹ്രസ്വമായ നിലയിലുള്ള വിശദീകരണത്തിലൂടെ നമുക്കിവിടെ വെച്ചൊരു പ്രതിജ്ഞ എടുത്തു പോകണം. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒന്നാമത്തെ മുഖം, ഇവിടെ ജോലി ചെയ്ത് ക്ഷീണിച്ച് പണിയെടുത്ത് ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് പ്രയാസപ്പെട്ട് ഇവിടെ ദുനിയാവില് പണിയെടുത്ത് ഒരുപാട് പ്രയാസപ്പെട്ട് ആരാധനകൾ നിർവഹിച്ച് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത് ഒരുപാട് കർമ്മങ്ങൾ ചെയ്ത് ഒരുപാട് പുണ്യപ്രവർത്തനങ്ങൾ ചെയ്ത് പക്ഷെ അതൊന്നും മതപരമായി അള്ളാഹുവിന്റെ അടുക്കൽ കബൂലിയത്തുള്ളതല്ല എന്ന് ബോധ്യം വന്നപ്പോൾ നാളെ പടച്ചതമ്പുരാന്റെ കോടതിയിൽ ഒരു ചാൻ മുകളിൽ കത്തിജ്വലിച്ച് നിൽക്കുന്ന അരുണന്റെ കിരണമേറ്റുകൊണ്ട് ചെമ്പുത്തറ താപം കൊണ്ട് വിസർജിക്കുന്ന വിറയ്ക്കുന്ന ആ ഒരു മഹിഷറ വൻസഭയിൽ വെച്ച് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നു, ദീനിനു വേണ്ടിയല്ലാതെ ഈ ദുനിയാവിൽ പണിയെടുത്തവൻ, ആത്മാർത്ഥതയില്ലാതെ പണിയെടുത്തവൻ, അള്ളാഹ്ക്കു വേണ്ടിയല്ലാതെ മറ്റാർക്കോ വേണ്ടി ഇവിടെ പണിയെടുത്തവൻ, ആ പണിയെടുത്തു ക്ഷീണിതരായി നാളെ പടച്ചവന്റെ കോടതിയിൽ വരുമ്പോ ഇവിടെ ചടഞ്ഞുകൂടിയിരുന്നവരല്ല. ഇവിടെ ഒരുപാട് കഷ്ടപ്പെട്ടു, ഉറക്കമുളച്ചു, ഒരുപാട് പാടുപെട്ടു, പ്രയാസപ്പെട്ടു. പക്ഷെ ഇതെല്ലാം അള്ളാഹ്ക്കു വേണ്ടിയായിരുന്നില്ല. ഒന്നുകിൽ അള്ളാഹു അല്ലാത്ത ഏതെങ്കിലും ആരാധ്യ വസ്തുക്കൾക്ക് വേണ്ടിയായി, അതല്ലെങ്കിൽ അള്ളാഹുവിനെ തന്നെ. പക്ഷേ അതോടൊപ്പം അള്ളാഹുവിനോടൊപ്പം അള്ളാഹു അല്ലാത്ത മഖ്ലൂക്കുകളിൽപ്പെട്ട ചില ആളുകളെ കാണിക്കാൻ വേണ്ടി, പ്രകടനപരതയ്ക്ക് വേണ്ടിയിട്ട് അമല് ചെയ്ത ആളുകൾക്ക് ആത്മാർത്ഥതയുടെ കുറവുണ്ടായി പോയി എന്ന ഒറ്റ കാരണത്തിന്റെ പേരിൽ
ഇവിടത്തെ പണി മുഴുവനും, ഇവിടത്തെ പരിശ്രമങ്ങൾ, ഇവിടത്തെ ആരാധനകൾ, ഇവിടത്തെ കർമ്മങ്ങൾ മുഴുവനും വൃഥാവിലായിക്കൊണ്ട് നാളെ പരലോകത്ത് വരുന്ന ഒരു വിഭാഗത്തിന്റെ മുഖത്തെ അല്ലാഹു തആല സൂചിപ്പിക്കുന്നത് സൂറത്തുൽ ഗാശിയയിലൂടെയാണ്. അല്ലാഹു പറയുന്നത് വുജൂഹു യൗമഇദിൻ ഖാശിഅ ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വുജൂഹുന് ചില ആളുകളുടെ മുഖമുണ്ടല്ലോ, ആ മുഖം യൗമഇദിൻ ഖാശിഅ, പടച്ചതമ്പുരാന്റെ കോടതിയിൽ അവരുടെ മുഖത്തിന്റെ വികൃതി, അവരുടെ മുഖത്തിന്റെ വൈകൃതം എങ്ങനെയാണെന്ന് ഖുർആൻ പറയുകയാണ്. ഖാശിഅത്തുന് ഭയന്ന് വിറച്ചുകൊണ്ട്, സംഭീതരായി, പരിഭ്രമചിത്തരായി, വിഷാദ വിഷണ്ണരായി, വ്യാകുല വികുലരായി, ഭയന്ന് വിറച്ചുകൊണ്ട് അവർ താഴ്മ കാണിക്കുന്നവരാണ്. അവർക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ അവിടെ താഴ്മ കാണിക്കേണ്ടി വന്നതെന്നറിയോ? ആമിലത്തുൻ നാസിബാ. അല്ല പറയുന്നു, ആമിലത്തുൻ നാസിബാ, അവർ ഈ ദുനിയാവിൽ പണിയെടുത്ത് തളർന്നു പോയവരാ, ഇവിടെ അമലുകൾ ചെയ്ത് തളർന്നു പോയവരാ, ഇവിടെ കർമ്മങ്ങൾ ചെയ്ത് ഒരുപാട് ക്ഷീണം സംഭവിച്ചവരാണ്. അവര് നാളെ പരലോകത്ത് വരുമ്പോ അല്ല പറയുകയാണ്, ഒന്ന് നിവർന്ന് നോക്കാൻ കഴിയാത്ത വണ്ണം വിനയത്തിന്റെ പേരില് ഭയന്നുകൊണ്ട് വിറച്ചുകൊണ്ടവർ തലകുനിച്ച് നിൽക്കുകയാണ്. ആരുടെ മുന്നിലും മുഖം കാണിക്കാൻ പറ്റാത്ത കോലത്തിലേക്ക് ആ മനുഷ്യൻ ഇങ്ങനെ തല താഴ്ത്തി വെച്ചുകൊണ്ട് നിൽക്കുന്നുവെന്ന് പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹു നമ്മളെ ആ അവസ്ഥയെ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ. ഒരുപാട് കർമ്മങ്ങളൊക്കെ ഇവിടെ ചെയ്തു, ആർക്കൊക്കെയോ വേണ്ടിയിട്ട്, ആർക്കൊക്കെയോ കാണിക്കാൻ വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്തു. അല്ലെങ്കിൽ അല്ലാഹു അല്ലാത്ത ഏതെങ്കിലുമൊക്കെ മനുഷ്യനിർമ്മിതമായ ഖാലിഖീങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു. ഇതൊന്നും ഉപകാരപ്പെടില്ല, ഇതെല്ലാം നിഷ്ഫലമാണ്. നാളെ പരലോകത്ത് നിന്റെ മുഖത്തിന്റെ അവസ്ഥ അല്ല പറയുന്നു, ഖാശിഅ, വിനയം കൊണ്ട്, പേടിച്ചിട്ട് വിനയം, ആ ഭയന്നു വിറച്ച് വിനയത്തോടെ നിന്റെ മുഖം നാളെ പരലോകത്ത് വല്ലാത്തൊരവസ്ഥയിലായി പോകുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നടന്നു പോകുന്നു. നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മളൊക്കെ ആരെയെങ്കിലും കാണിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്താൽ, അങ്ങനെയാണല്ലോ, ആളുകൾ കാണുന്നുണ്ട് എന്ന് നമുക്ക് ബോധ്യം വന്നാൽ നിസ്കാരത്തിന്റെ ദൈർഘ്യം കൂട്ടും. ആരെങ്കിലും ശ്രദ്ധിക്കുന്നു എന്ന് കണ്ടാൽ തസ്ബീഹിന്റെ മണികളുടെ എണ്ണം കൂട്ടും. ആരെങ്കിലും ശ്രദ്ധിക്കുന്നു എന്ന് കണ്ടാൽ നമ്മുടെ ഓതലിന്റെ ശൈലിക്ക് വ്യത്യാസം വരുത്തും. ആരെങ്കിലും കാണുന്നുണ്ട് എന്ന് ബോധ്യം വന്നാൽ സംഭാവന പറയുന്നതിന്റെ തുകയ്ക്ക് പെരുപ്പം കൂട്ടും. ഇങ്ങനെയൊക്കെ ആർക്കൊക്കെയോ വേണ്ടി അമല് ചെയ്യുന്ന ആളുകൾ ഇവിടെ മുടക്കിയ സാമ്പത്തികം, ഇവിടെ അനുഷ്ഠിച്ച അവരുടെ കർമ്മങ്ങൾ, ഇതെല്ലാം നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിൽ കൊണ്ടുവരുമ്പോ ഭയന്ന് വിറച്ചുകൊണ്ട് തലകുനിക്കേണ്ടി വരുന്നതാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നടന്നു പോകുന്ന വഴിയിൽ ഒരു ക്രൈസ്തവ പാതിരിയെ കാണുകയാണ്. ആ ക്രൈസ്തവ പാതിരി ചരിത്രത്തിൽ കാണാം, ആ ക്രൈസ്തവ പാതിരി ചർച്ചിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. കാണാൻ നല്ല മനോഹരമായ വിശാലമായ ഒരു ചർച്ചാണ്. ആ ചർച്ചിന്റെ സമീപത്തുകൂടി പോകുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരു നിമിഷം അവിടെ അങ്ങ് നിൽക്കുകയാ. അതിന്റെ പാതിരി, ക്രൈസ്തവ പുരോഹിതൻ, നല്ല സ്വഭാവ ശുദ്ധിയുള്ള മനുഷ്യനാണ്. ആളുകളോട് നല്ല ഇടപെടലുകൾ നടത്തുന്ന മനുഷ്യനാണ്. എല്ലാവരോടും പുഞ്ചിരിക്കുന്ന വദനത്തോടെ ഇടപെടുന്ന മനുഷ്യനാണ്. ആ മനുഷ്യൻ, ആ പാതിരി, ക്രൈസ്തവ പുരോഹിതൻ ആ ചർച്ചിന്റെ മുന്നിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പൊട്ടി പൊട്ടി കരയുകയാണ്. ചോദിച്ചല്ലോ, ഉമർ തങ്ങളെ കരയുന്നത് എന്തിനാണ്? ഒരു ചർച്ചിന്റെ മുന്നിൽ ചർച്ചിന്റെ പുരോഹിതന് നിൽക്കുന്നത് കാണുമ്പോ എന്തുകൊണ്ടാണ് അങ്ങ് കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്തെന്നറിയോ? ഞാൻ എന്റെ പടച്ചവന്റെ ഒരു ആയത്തങ്ങ് ഓർത്തുപോയി. വുജൂഹു യൗമഇദിൻ ഖാശിഅ ആമിലത്തുൻ നാസിബാ.
ഈ ദുനിയാവിലെ കർമ്മങ്ങൾ ചെയ്ത് പ്രവർത്തനങ്ങൾ ചെയ്ത് ഒന്നും ഉപകരിക്കാതെ പോയ ഒരു മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യൻ നാളെ പരലോകത്ത് വരുമ്പോ അവന്റെ മുഖം ഭയന്ന് വിറച്ചുകൊണ്ട് താഴ്മ കാണിക്കുന്ന ഒരു മുഖമാണ് അവൻ അല്ലാഹു കൊടുക്കുന്നത്. ഇത് ഓർത്തുകൊണ്ടാണ് ഞാൻ കരഞ്ഞു പോയത് എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പരിചയപ്പെടുത്തുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുനിയാവിൽ അമൽ ചെയ്യുന്നത് അല്ലാഹുക്ക് വേണ്ടിയാകണം. പടച്ചവന് വേണ്ടിയിട്ടല്ലാതെ അമൽ ചെയ്യരുത്, അള്ളാഹ്ക്ക് വേണ്ടിയിട്ടല്ലാതെ നമ്മൾ ഒന്നും ചെയ്യരുത്. ആര് കണ്ടാലെന്താ, ആര് കണ്ടില്ലെങ്കിലെന്താ, ഞാൻ ചെയ്യുന്നതെല്ലാം എന്റെ പടച്ചവന് വേണ്ടിയാണ്. ആളുകൾ ഇരിക്കുന്നത് കാണുമ്പോൾ സംഭാവന ഉറക്കെ ഉറക്കെ വിളിച്ചു പറയും, ഞാൻ 10 ലക്ഷം കൊടുക്കാം, 15 ലക്ഷം കൊടുക്കാം. പക്ഷേ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് കാണുമ്പോ ഒട്ടിയ വയറുമായിട്ട് നിന്റെ വീടിന്റെ കൊട്ടാരത്തിന്റെ മുന്നിൽ വന്നിട്ട് കൈനീട്ടുന്ന പാവപ്പെട്ട ഭിക്ഷാടനം നടത്തുന്നവര് ഒരു ഉരുള ഭക്ഷണത്തിന്റെ കാശ് കൊടുക്കാതെ, ഒരു കവിള് വെള്ളത്തിന്റെ പൈസ കൊടുക്കാതെ ആ വീട്ടിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെക്കുമ്പോ ആളുകളെ കാണുന്ന രീതിയിൽ ലക്ഷക്കണക്കിന് രൂപ ഓഫർ ചെയ്തിട്ട് ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ശ്രമിക്കുമ്പോ, പൊന്നുമോനെ, അല്ലാഹു പറയുന്നു, നാളെ ഭയന്ന് വിറച്ചുകൊണ്ട് നിന്റെ മുഖമതാ വിനയത്തിന്റെ പ്രതീകമായി മാറുകയാണ്. ഇവിടെ നീ ഒന്നും ചെയ്യാതെ വീട്ടിൽ ചടഞ്ഞിരുന്നത് കൊണ്ടല്ല, ഇവിടെ നീ ഒരുപാട് ധർമ്മം ചെയ്തു, ഇവിടെ ഒരുപാട് നമസ്കരിച്ചു, ഒരുപാട് അമലുകൾ ചെയ്തു. പക്ഷേ അതെല്ലാം മറ്റാർക്കോ വേണ്ടിയാണ്, ആർക്കോ വേണ്ടിയാണ് ചെയ്തത്. ആ ഒരൊറ്റ കാരണത്തിന്റെ പേരിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിന്റെ അമലുകൾ സ്വീകരിക്കില്ലെന്ന് മാത്രമല്ല, നിന്റെ മുഖം വിവരണമായി പരലോകത്തു നിന്റെ കോലം കെട്ടുപോകുമെന്ന് അള്ളാന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ട് പറഞ്ഞതെന്തെന്നറിയോ? അത്യുഗ്രമായ നരകത്തിലേക്ക് അല്ലാഹു നിന്നെ വലിച്ചെറിയുകയാണ്. അത്യുഷ്ണ ഉറവയിൽ നിന്ന് പടച്ച തമ്പുരാൻ നിന്നെ കുടിപ്പിക്കുന്നതാണ്. അറിയുമോ, അള്ളാന്റെ റസൂല് പറയുന്നു, നരകത്തിൽ നിന്ന് കുടിപ്പിക്കുന്ന ആ പാനീയത്തിൽ നിന്ന് ഒരു തുള്ളി എങ്ങാനല്ല, ഈ ഭൗതിക ലോകത്തെ മുഴുവൻ പർവ്വതങ്ങളിലും മുഴുവൻ മാമലകളിലും ആ നരകത്തിൽ കുടിപ്പിക്കപ്പെടുന്ന അത്യുഗ്ര ചൂടുള്ള പാനീയത്തിൽ നിന്ന് ഒരു തുള്ളി എങ്ങാനം ഭൗതിക ലോകത്തെ മുഴുവൻ പർവ്വതങ്ങളിലും വീണ് കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആ പർവ്വതങ്ങൾ ഉരുകി ഒലിച്ചു പോകുന്നതാ. അത്രയും ഭീകരമായ അത്യുഗ്ര ചൂടുള്ള അത്യുഷ്ണ പാനീയം അല്ലാഹു നിനക്കവിടെ അങ്ങ് തരുന്നതാണ്. എന്നിട്ടോ ലൈസ ലഹും തുആമുൻ ഇല്ലാ മിൻ ലരീഅ്. അല്ലാഹു പറയുന്നു, ഇവിടെ അമലുകൾ ചെയ്തിട്ട് പടച്ചവനല്ലാത്തവർക്ക് കൊടുത്തവൻ, ഇവിടെ ഒരുപാട് പേരെ കാണിക്കാൻ വേണ്ടി ചെയ്തവൻ, ഇവൻ അല്ലാഹു കൊടുക്കുന്നത് ലൈസ ലഹും തുആമുൻ ഇല്ലാ മിൻ ലരീഅ്. അവന് മുള്ളുള്ള മരത്തിൽ നിന്ന്, ലരി എന്ന് പറഞ്ഞാൽ മുള്ളുള്ള മരമാണ്, ആ മുള്ളുള്ള മരത്തിൽ നിന്നല്ലാതെ ഭക്ഷണമില്ല. ആ മുള്ളുള്ള മരത്തിന്റെ പ്രത്യേകത എന്തെന്നറിയോ? ലാ യുസ്മിനു വലാ യുഗ്നീ മിൻ ജൂ. അത് പോഷകാഹാരമല്ലെന്ന് മാത്രമല്ല, ലാ യുസ്മിനു, അത് പോഷകാഹാരമല്ല, വലാ യുഗ്നീ മിൻ ജൂ, അവന്റെ വിശപ്പ് മാറുന്നതുമല്ല. പ്രിയപ്പെട്ട സഹോദരിമാര് ശ്രദ്ധയോടെ കേൾക്കണം. മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു പറയുന്നു, 1000കണക്കിന് വർഷം നരകാവകാശി നരകത്തിൽ കിടക്കും. 1000കണക്കിന് വർഷം കിടന്നിട്ട് ആ നരകാവകാശിക്ക് അല്ലാഹു കൊടുക്കുന്നത് കഠിനമായ വിശപ്പും ദാഹവുമാണ്. വല്ലാത്ത വിശപ്പാണ്, വല്ലാത്ത ദാഹമാണ്. ആ വിശപ്പും ദാഹവും നരകത്തിൽ അല്ലാഹു ഒരു മനുഷ്യന് കൊടുക്കുമ്പോ അവൻ ചിന്തിച്ചു പോകും, പടച്ചവനെ, ഏറ്റവും വലിയ ശിക്ഷ ദാഹമാണെന്ന്, ഏറ്റവും വലിയ ശിക്ഷ വിശപ്പാണെന്ന് അവന് ചിന്തിച്ചു പോകും. കാരണം എന്തെന്നറിയോ? അവൻ അനുഭവിക്കുന്ന മറ്റുള്ള ഏതെല്ലാം പീഡനങ്ങളുണ്ടോ, ഏതെല്ലാം നരകീയ ശിക്ഷയുണ്ടോ, ആ ശിക്ഷകളെക്കാൾ കഠിനമായി അല്ലാഹു കൊടുക്കുന്നത് അവന് വിശപ്പാണ്, ദാഹമാണ്. അങ്ങനെ വിശപ്പും ദാഹവും അതിന്റെ പാരമ്യതയിലെത്തുമ്പോ അവന് നിലവിളിക്കുകയാണ്,
അവനെ നിലവിളിക്കുകയാണ്. വല്ലാത്ത നിലവിളി ഇങ്ങനെ ഉച്ചത്തിൽ കേൾക്കുമ്പോ മാലിക് എന്ന് പറയുന്ന മലക്ക്, നരകത്തെ കാക്കുന്ന മലക്കാണ്. സുബ്ഹാനല്ലാഹ്, യാതൊരു മയം കാണിക്കാത്ത, യാതൊരു കാരുണ്യം കാണിക്കാത്ത, യാതൊരു ആർദ്രതയുമില്ലാത്ത, യാതൊരു മനസ്സിനകത്ത് യാതെങ്കിലും നിലയിലുള്ള ഒരു സമീപനം കാണിക്കാത്ത കഠിന ഹൃദയനായ മല്ലന്മാരായ മലക്കുകളുടെ ലീഡറായ മാലിക് എന്ന മലക്ക് ആയിരക്കണക്കിന് വർഷം ഈ മനുഷ്യന് വിഷം നൊട്ടിയ വയറുമായി ദാഹിച്ച് പരവശനായി നിലവിളിക്കുമ്പോ അവസാനം അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അവന് കൊടുക്കുന്ന ഭക്ഷണം തൊണ്ടയിൽ കെട്ടുന്ന ഭക്ഷണമാണ്. അവന്റെ വിശപ്പ് മാറ്റാ തൊണ്ടയിൽ കെട്ടുന്ന ഒരു ഭക്ഷണം അല്ല കൊണ്ട് കൊടുക്കും. സാധാരണ തൊണ്ടയിൽ കെട്ടുന്ന ഭക്ഷണമായാലും വേണ്ടില്ല, അവന് കഴിക്കണം, വിശപ്പടക്കണം. ആ വിശപ്പെന്ന മാരകമായ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോ അല്ലാഹു കൊടുത്തതോ എന്ന തൊണ്ടയിൽ കെട്ടുന്ന ഭക്ഷണം കെടുത്ത് തൊണ്ടയിലേക്ക് വെക്കുമ്പോ ഈ ഭൗതിക ലോകത്ത് അവന് തൊണ്ടയിൽ എന്തെങ്കിലും കുരുങ്ങിപ്പോയാൽ അവന് കുടിക്കാൻ വെള്ളമാണ് അവൻ ഉപയോഗിച്ചിട്ടുള്ളത്. ആ വെള്ളം കുടിക്കുമ്പോ തൊണ്ടയിൽ കെട്ടിക്കിടക്കുന്ന വസ്തു താഴേക്ക് പോകുമെന്ന് അവനറിയാ. അങ്ങനെയാണ് അവന് വെള്ളത്തിനു വേണ്ടി അഭിലഷിക്കുന്നത്. ആ വെള്ളത്തിന് വേണ്ടി അവന് കൈകാലിട്ടടിക്കുമ്പോ അല്ലാഹു കൊടുക്കുന്ന വെള്ളത്തിന്റെ പേരാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് തുസ്ഖാമിൻ ഐനിൻ ആനിയ. ആയിരക്കണക്കിന് വർഷം അല്ലാഹു തആല നരകാവകാശി. ഏത് നരകാവകാശി? നരകാവകാശി എന്ന് പറയുമ്പോ നമ്മളൊക്കെ കരുതി വെച്ചിരിക്കുന്നത് ഈമാനില്ലാത്ത ആളുകൾ മാത്രമാണെന്നാണ്. അതൊക്കെ നമ്മുടെ അബദ്ധധാരണയാണ്. വീട്ടിൽ വന്നിട്ട് പരോപകാര സാധനങ്ങൾ നമ്മളോട് ചോദിച്ചെന്നിരിക്കട്ടെ, ഒരു സ്പൂൺ, ഒരു കൊട, ഓഫീസിൽ വെച്ചൊരു പെന്ന്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ വസ്തു നമ്മളോട് ില്ലാത്തവന് കൊടുക്കുന്ന നരകം, മദ്യപാനിക്ക് കൊടുക്കുന്നത് നരകം, പലിശക്കാരന് കൊടുക്കുന്നത് നരകം. ഇതൊക്കെയാ നമ്മൾ കരുതിയത്. അല്ല, അതാ പഠിക്കണമെന്ന് പറയുന്നത്. ഇസ്ലാമിന്റെ ബാലപാഠം ഇന്ന് ആർക്കറിയാം? നിസ്കാരമില്ലാത്തവനും പലിശഭോജിയും, അതുപോലെ തന്നെ കള്ളുകുടിയനും മദ്യപാനിയും, അതുപോലെ തന്നെ വ്യഭിചാരിയും, അങ്ങനെയുള്ള മാരകമായ തെറ്റുകൾ ചെയ്യുന്നവൻ മാത്രമാണ് സമൂഹത്തിൽ നിന്ന് നരകത്തിൽ സീറ്റ് റിസർവേഷൻ ചെയ്യപ്പെട്ടവരെന്ന ധാരണ നമുക്ക് പലർക്കുമുണ്ട്. അല്ല, നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ തൊട്ടപ്പുറത്തെ അയൽവാസി നിന്റെ വീട്ടിൽ വന്ന് അവിടത്തെ വീട്ടിൽ പാചകം ചെയ്യാൻ തക്കമായ ഒരു പാത്രമില്ലാതെ വന്നപ്പോ നിന്റെ വീട്ടിൽ വലിയ പാത്രമുണ്ട്. സഹോദരിമാരെ കാത് കൂർപ്പിച്ച് കേൾക്കണം. തൊട്ടപ്പുറത്തെ വീട്ടിലൊരു ഗസ്റ്റ് വന്നപ്പോൾ അവിടെ വെക്കുന്ന കറിക്ക് പാകമായ പാത്രമില്ലാത്തതിന്റെ പേരില് നിന്റെ വീട്ടിൽ വന്ന് പാകമായ പാത്രം ചോദിച്ചപ്പോൾ അത് നിഷേധിച്ച പെണ്ണിന് അല്ലാഹു കൊടുക്കുന്ന നരകമാണ്. സൂറത്തുൽ മാഊൻ എടുത്ത് പഠിക്കി. സൂറത്തുൽ മാഊൻ, വയംനഊനൽ മാഊൻ. മാഊൻ തടഞ്ഞു വെക്കുന്നവൻ, പരോപകാര സാധനങ്ങൾ തടഞ്ഞു വെക്കുന്നവൻ, തൊട്ടി തടഞ്ഞു വെക്കുന്നവൻ, കയറ് മാറ്റി വെക്കുന്നവൻ, കിണറിൽ മോട്ടറിന്റെ സ്വിച്ച് ഓഫ് ആക്കി അല്ലെങ്കിൽ അതിന്റെ വാൽവടച്ചിട്ട് പൈപ്പിൽ നിന്ന് ഒരു തുള്ളി വെള്ളം എടുക്കാൻ വേണ്ടി വരുന്നവന് വാൽവടച്ചിട്ട് ഇവിടെ വെള്ളമില്ല എന്ന് പറഞ്ഞിട്ട് കള്ളം പ്രചരിപ്പിച്ചിട്ട് പാവപ്പെട്ടവന് കുടിവെള്ളം നിഷേധിക്കുന്നവൻ, അവനൊക്കെ നരകത്തിലാണ്. 45 ഹജ്ജ് ചെയ്തിട്ടുണ്ടാവാം, 56 ഉംറ ചെയ്തിട്ടുണ്ടാകാം, പള്ളിക്കും മദ്രസയ്ക്കും ഒക്കെ വാരിക്കോരി കൊടുക്കുന്നുണ്ടാവാം. പക്ഷേ കുടിവെള്ളം നിഷേധിക്കുന്നതിലൂടെ പടച്ചതമ്പുരാൻ കൊടുക്കുന്നത് നരകമാണ്. നിസാരമാണെന്ന് കരുതരുത്. സാലിഹത്തായ ഒരു പെണ്ണിന്റെ കഥ നമുക്കറിയാം. എന്നാണോ ഈ രാപ്രസംഗങ്ങൾ തുടങ്ങിയത് അന്ന് മുതൽ കേൾക്കാൻ തുടങ്ങിയ ചരിത്രമാണ്. എന്ത് ചരിത്രം? പൂച്ചയെ കെട്ടിയിട്ട് അതിന് വെള്ളം കൊടുക്കാത്ത പെണ്ണിന് അല്ലാഹു തആല സാലിഹത്തായിരുന്നിട്ടും കൊടുത്ത നരകം. സ്വന്തം ശരീരം വിറ്റ, സ്വന്തം ശരീരം കച്ചവടം നടത്തിയ വ്യഭിചാരിണിയായ പെണ്ണിന്
നായക്ക് നാവ് നീട്ടി മണ്ണ് തിന്നുന്നത് കണ്ടപ്പോ തന്റെ ചെരുപ്പ് ഒരു തൊട്ടിയാക്കിയിട്ട് ഷോളഴിച്ചിട്ട് കയറാക്കിയിട്ട് കിണറിലിറക്കി വെള്ളം കോരിയിട്ട് അതിന്റെ നാവ് നനച്ചു കൊടുത്തപ്പോ അതുവരെ ചെയ്ത എല്ലാ വേശ്യാവൃത്തിയും അല്ല പുറത്തു കൊടുത്തിട്ട് സ്വർഗത്തിന്റെ സുന്ദരമായ പറുദീസകളിൽ പാറി നടക്കാൻ അള്ളാഹു പെർമിഷൻ കൊടുത്തു. അതുകൊണ്ട് പലിശക്കാരനെ നോക്കിയിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി ഫസാദ് പറയുന്നവൻ പല്ലിളിക്കുകയാണ്. ഇവൻ നരകത്തില്, ഞാൻ അങ്ങ് സ്വർഗത്തില്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ബോധം നമുക്ക് താഴോട്ട് പോയിക്കൊണ്ടിരിക്കാൻ ബോധം ഉണ്ടാകണം. അതുകൊണ്ട് നരകത്തിൽ അള്ളാഹു തആല നമ്മളെ പ്രവേശിപ്പിച്ചാൽ പടച്ചോൻ കാത്തുരക്ഷിക്കട്ടെ, പടച്ചോൻ കാത്തുരക്ഷിക്കട്ടെ. നരകത്തിലെങ്ങാനും നമ്മൾ ചെന്ന് വീണുപോയാൽ ഏറ്റവും വലിയ ശിക്ഷ പടച്ചോൻ തരുന്ന എന്താണെന്നറിയോ? പിടയ്ക്കുന്ന പാമ്പല്ല, കൊത്തുന്ന തേളല്ല, അഗ്നിജ്വാലയല്ല, നാറുൻ ഹാമിയ, തീനാളം അല്ല. ഏറ്റവും വലിയ ശിക്ഷ നമ്മൾ ചിന്തിക്കും അത്രേ ഉള്ളോ, അള്ളാഹു അങ്ങോട്ട് വിശപ്പ് തരും, വിശപ്പും ദാഹവും തരും. ഇവിടെ വിശന്നു പോയാൽ മരിക്കും. ഇവിടെ വിശന്നു പോയവൻ നിയമനിർമ്മാണ സഭയായ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ നിന്ന് 1 കിലോമീറ്റർ ഇപ്പുറത്ത് വിശന്നിട്ടിയ വയറുമായിട്ട് കഴിയുന്ന പാവപ്പെട്ട നാടോടി പയ്യൻ മണ്ണ് വാരിറ്റുന്നു, മണ്ണ് വാരിറ്റുന്നു. ഇന്ദ്രപ്രസ്ഥത്തിന്റെ തൊട്ടടുത്ത് തിരുവനന്തപുരത്ത് നിയമസഭയുടെയും സെക്രട്ടേറിയറ്റിന്റെയും മൂക്കിന് താഴെ കഴിക്കാൻ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്തതിന്റെ പേരിൽ വിശന്ന് വലഞ്ഞപ്പോൾ അവസാനം വീടിന്റെ ആ ഷെഡിനകത്തുള്ള മണ്ണ്, പച്ച മണ്ണ് വാരിറ്റുന്നു. വാർത്തകൾ വലിയ വ്യാപകമായി നമ്മൾ വായിച്ചതാണ്. ഇവിടെ വിശന്നാൽ മണ്ണ് വാരി തിന്നാം. ഇവിടെ വിശന്ന് ഒന്നും കിട്ടിയില്ലെങ്കിലും മരിച്ചു പോകാം. ആഖിറത്തിൽ നരകത്തിൽ അങ്ങനെയല്ല, മരിക്കൂല. തുമ്മലാ യമൂതു ഫീഹാ വലാ യഹിയ, മരണോ ഇല്ല, ജീവിതവും ഇല്ല. സുബ്ഹാനല്ലാഹ്. അതിനിടയിൽ ഒരു നൂൽപാലത്തിലൂടെ നടക്കണം. അങ്ങനെ വിശന്ന് ദാഹിച്ച് നിൽക്കുമ്പോ അവസാനം ഇച്ചിരി ഭക്ഷണം കിട്ടിയെങ്കിൽ കൊള്ള, എന്തായാലും വേണ്ടൂല. ഇച്ചിരി വെള്ളം, എങ്ങനത്തെ വെള്ളമായാലും കുഴപ്പമില്ല. അങ്ങനെ വിഷമിച്ചു വിഷമിച്ച് നിലവിളിച്ച് നിൽക്കുമ്പോഴാണ് മാലിക് അവസാനം മറുപടി കൊടുക്കും. ഭക്ഷണം വേണോ അല്ലേ? ആയിരക്കണക്കിന് വർഷം, ആയിരക്കണക്കിന് വർഷം എന്ന് പറഞ്ഞാൽ അവിടത്തെ ഒരു ദിവസം ഇവിടത്തെ മിഖ്ദാറുഹു 50 അൽഫസന, അവിടത്തെ ഒരു ദിവസം ഇവിടത്തെ 50,000 കൊല്ലം. ഇതൊക്കെ ചിന്തിച്ചാണ് കുറെ എണ്ണം നിരീശ്വരവാദിയായി പോയത്. അവനൊന്നും ബുദ്ധിയില്ല, അവനൊന്നും ബുദ്ധിയില്ല. അവിടത്തെ ഒരു ദിവസം ഇവിടത്തെ 50,000 വർഷം. ഇവിടത്തെ കണക്ക് വെച്ചവൻ കൂട്ടി നോക്കുകയാണ്. എന്ത് പൊട്ടന്മാരാ മദ്രസ പൊട്ടന്മാർ, എന്ത് പൊട്ടന്മാരാണ് ഖുർആന്റെ ആളുകൾ എന്ന് പറഞ്ഞിട്ട് നിരീശ്വരവാദികൾ ഇപ്പൊ ലൈവ് ഇട്ടുകൊണ്ടിരിക്കാൻ. ഇവനൊന്നും അറിയില്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, അവിടത്തെ ഒരു ദിവസം ഇവിടത്തെ കണക്കനുസരിച്ച് മിഖ്ദാറുഹു 50 അൽഫസന, 50,000 വർഷമാണ്. അങ്ങനത്തെ 1000 വർഷം കേണപേക്ഷിച്ചിട്ട് അവസാനം മാലിക്കുന്ന മലക്ക് കഴിക്കാൻ വേണ്ടി നമുക്ക് ഭക്ഷണം കൊണ്ടുതരും. ആ ഭക്ഷണത്തിന്റെ പേരാണ് ലരീഅ് എന്ന് പറഞ്ഞാൽ തൊണ്ടയിൽ കിട്ടുന്ന ഭക്ഷണം. മുള്ളുള്ള ഒരു മരമാണ്, അതങ്ങോട്ട് തരും. ദുനിയാവിൽ അവൻ ചിന്തിക്കും, ദുനിയാവില് വാളയുടെ മുള്ള് കഴുത്തിൽ കുരുങ്ങിയപ്പോ, അല്ലേ, മീൻ കഴിച്ചപ്പോ അല്ലെങ്കിൽ ചിക്കന്റെ എല്ല് ഈ കഴുത്തിൽ ഇങ്ങനെ കുരുങ്ങിയപ്പോ ഞാൻ നന്നായിട്ട് ശരിക്കങ്ങ് പച്ചവെള്ളം കുടിച്ചു, അപ്പോഴാണ് ഈ മുള്ളിറങ്ങിപ്പോയത്. അതുകൊണ്ട് കുറച്ച് വെള്ളം കിട്ടട്ടെ. അപ്പോ അള്ളാഹു കൊണ്ട് കൊടുക്കുന്ന വെള്ളത്തിന്റെ പേരേതാ? തുസ്ഖാ മിൻ ഐനിൻ ആനിയാ. അത്യുഗ്ര ചൂടുള്ള പാനീയം അല്ലാഹുവിന് കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹദീസുകളിൽ കാണാം, ആ വെള്ളം ഇങ്ങനെ കിട്ടുമ്പോൾ വല്ലാത്ത ചൂടാണ്. ആ ചൂട് വെള്ളമായാലും വേണ്ടില്ല, എന്റെ തൊണ്ടയിൽ കെട്ടെന്ന് മാറിയാൽ മതി. ആ വെള്ളം ഇങ്ങനെ മുഖത്തേക്ക് കൊണ്ടുവരുമ്പോ ഭാര്യ ചൂട് ചായ തന്നു. ആ ചൂട് ചായ മുന്നിൽ കൊണ്ടുവച്ച് നിങ്ങളെടുത്ത് കുടിക്കല്ലേ, ചൂടാണെന്ന് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ അറിയൂല. അറിയുന്നത് ചുണ്ടിലേക്ക് വെക്കുമ്പോഴാണ്. ഇതങ്ങനെയല്ല. ഈ ആനിയ എന്ന് പറയുന്ന തുസ്ഖാമിൻ ഐനിൻ ആനിയ എന്ന് പറയുന്ന അത്യുഗ്ര ചൂടുള്ള വെള്ളം കൊണ്ടുവന്ന് നമ്മുടെ മുന്നിലേക്ക് മാലിക്കുന്ന മലക്ക് തരുമ്പോ അതെടുത്ത് കുടിക്കാൻ ചുണ്ടിലേക്ക് അങ്ങ് അടുപ്പിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, മുഖത്തെ മാംസമെല്ലാം ഉരുകി 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 അതിലേക്ക് വീഴുന്നതാ. അങ്ങനെ എല്ല്
മാത്രമാകുന്ന മനുഷ്യന്റെ കവിളിലൂടെ വെള്ളം കുടിക്കാനുള്ള ആർത്തിയോടെ കുടിക്കുമ്പോ അവന്റെ ആന്തരിക അവയവങ്ങളെല്ലാം ഉരുകി ഒലിച്ചിട്ടവന്റെ പൃഷ്ഠഭാഗത്തിലൂടെ പുറത്തേക്ക് ഒഴുകുമെന്ന് അള്ളാന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു.